ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾ, മൂല്യങ്ങൾ, ഗവേണൻസ്, ഇത് രണ്ടും നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരുമ്പം CPIM പോലുള്ളൊരു പാർട്ടി എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? രാഷ്ട്രീയമായിട്ട് അത് അവരുടെ രാഷ്ട്രീയത്തിനാണ് പ്രിഫറൻസ് കൊടുക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. PM ശ്രീയുടെ കാര്യത്തിലാണെങ്കിലും ലേബർ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ BC-മാരുടെ കാര്യത്തിലാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് സംഭവിക്കാതെന്ന് വെച്ചാൽ പിണറായി വിജയൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ CPM നേതൃത്വം വിചാരിക്കുന്നത്, ഗവേണൻസ് നന്നായി കഴിഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് പോകും എന്നവർ വിചാരിക്കുന്നു. അത് നടക്കില്ല എന്ന് തെളിയിച്ചു ഈ തെരഞ്ഞെടുപ്പ്. കാരണം നോക്കൂ, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണം ഭയങ്കര ഗവേണൻസ് പെർസ്പെക്റ്റീവ് മോശം ഭരണമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുപോലെ നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം ഞാൻ പറഞ്ഞു, ഇതൊരു ഭരണവിരുദ്ധ വികാരമല്ല, ഈ ഇവർ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വികാരമാണ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ പൊളിറ്റിക്കൽ മൊബിലൈസേഷനും നടത്താതെ ഒത്തുഒപ്പിച്ച് കേന്ദ്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഈ നോൺ കോൺഫ്രണ്ടേഷണൽ പൊസിഷൻ എടുത്ത് അങ്ങ് പോകാമെന്ന് CPM-ന് അങ്ങനെ ഒരു ലൈൻ സ്വീകരിക്കാൻ പറ്റില്ല. അത് CPM അണികളെപ്പോലും തൃപ്തിപ്പെടുത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കോൺഗ്രസ്സിന് ഒരുപക്ഷെ ആ ഒരു ലൈൻ സ്വീകരിച്ച് പോകാൻ പറ്റേക്കും. തൊട്ടപ്പുറത്ത് സ്റ്റാലിനും അപ്പുറത്ത് മമതയും സ്വീകരിക്കുന്നൊരു നിലപാടുണ്ട്. അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടത്തുക ചെയ്യുന്നത്. ജനങ്ങളെ അണിനിരത്തുകയാണ്. കേന്ദ്രം ഇൻഡാസുകൾ ഇറക്കി തടസ്സവാദങ്ങൾ ഉന്നയിച്ച് അലമ്പുണ്ടാക്കുമ്പം ഒരർത്ഥത്തിലൊരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സാണ് അവർ ചെയ്യുന്നത്. നോക്കൂ, ബംഗാളിൽ മമത എന്താ പറയുന്നത് ജനങ്ങളോട്? നോക്കൂ, നമ്മളെ ബംഗാളികളെ അപമാനിക്കുകയാണ്, നമ്മളുടെ ഭരണത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, നമ്മുടെ ബംഗാളിൻ്റെ വികസനത്തെ തടസ്സപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞ് ബംഗാളികളെ കേന്ദ്രത്തിനെതിരെ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് സ്റ്റാലിനും ചെയ്യുന്നത്. അപ്പോൾ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ നടക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. കാരണം അത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റുകളെന്ന് പറഞ്ഞാൽ ഈ പഴയ വൈസ്രോയി ഭരണമല്ല ഇത്. സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന പ്രകാരം ഇന്ത്യ എന്ന് പറയുന്ന കാഴ്ചപ്പാട് തന്നെ സ്റ്റേറ്റുകൾക്ക് വലിയ ഡിഗ്നിറ്റിയുള്ള, വലിയ അസ്തിത്വമുള്ള ഒരു യൂണിറ്റാണ് ഇന്ത്യ. ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ആദ്യ വാചകം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉണ്ടായത് എങ്ങനെയാണ്? ഈ സ്റ്റേറ്റുകൾ ചേർന്നിട്ടാണ്. കേന്ദ്രമുള്ളത് കൊണ്ട് കുറേ സ്റ്റേറ്റുകൾ ഉണ്ടായതല്ല, കുറേ സ്റ്റേറ്റുകൾ ചേർന്ന് ഒരു രാജ്യം ഉണ്ടായതാണ്.